നമുക്കിവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കേസായി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് റിപ്ലൈ വന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കൈമുള്ളത്. പോലീസ് അവിടെ നിവൃത്തികേട് കൊണ്ട് വെടിവെച്ചു, പ്രശ്നമായി, പിണറായി വിജയൻ രാജിവെക്കുന്നു. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. അവരാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് അവരുടെ തിരക്കഥയനുസരിച്ചാണ് രാഹുൽ ഗാന്ധി പെരുമാറാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി സഭയിൽ മുദ്രാവാക്യം വിളിച്ചാൽ അതിനർത്ഥം രാഹുൽ ഗാന്ധിയോട് അവർ പറഞ്ഞിട്ടുണ്ട് നാളെ മുദ്രാവാക്യം വിളിക്കണം. അങ്ങനെ കളിപ്പാവയായിട്ട് അവരുടെ കയ്യിൽ നടക്കുക. ഏത് ഭരണഘടന, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ യു മെയ്ഡ്, ഓഫ് വിച്ച് ഇയർ? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് ഭരണഘടനാ ഭേദഗതിയല്ല, പക്ഷേ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയത് ഭരണഘടനാ ഭേദഗതി വഴിക്കാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുത്തിരിക്കുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം MP ആയിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തത്. വലിയൊരു മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഒരു ആഘോഷം എന്നുള്ള രീതിയിലായിരുന്നു, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. ഇനിയെങ്കിലും അദ്ദേഹത്തിനൊരു മെച്യൂർഡായുള്ള അല്ലെങ്കിൽ ഒരു പക്വതയുള്ളൊരു പൊളിറ്റീഷ്യനായിട്ട് മാറാൻ സാധിക്കുമോ? എന്താണ് തോന്നുന്നത്? നമ്മൾ വിചാരിക്കുന്ന പക്വത രാഹുൽ കാണിക്കില്ല. ഒരുപക്ഷെ കാണിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ പോലും കൂടെയുള്ളവർ സമ്മതിക്കില്ല. രാഹുൽ പ്രതിപക്ഷ നേതാവായ ഉടനെ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. സാം പിട്രോഡയെ തിരിച്ചു കൊണ്ടുവന്നു, തിരിച്ച് അപ്പോയിൻ്റ് ചെയ്തു. സാം പിട്രോഡയാണ് ഇവരുടെ കോൺഗ്രസിൻ്റെ നരേറ്റീവ് തീരുമാനിക്കുന്നത്. സാം പിട്രോഡ എലോങ് വിത്ത് ഒമിഡിയാർ ഗ്രൂപ്പ്, ജോർജ് സോറോസ്, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, ഇവരൊക്കെയാണ് രാഹുൽ എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഒരു ട്രംപ് കാർഡാണ് ഈ ഭരണഘടന. ഈ ഭരണഘടന രാഹുൽ പൊക്കിപ്പിടിക്കുമ്പോൾ BJPക്കാർ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല അത് 1975 മുമ്പുള്ള ഭരണഘടനയാണോ അതിന് ശേഷമുള്ളതാണോ. അത് ചോദിക്കണ്ടേ? ഭരണഘടന ഉയർത്തിപ്പിടിക്കണം, അതിൽ തൊടാൻ പാടില്ല. ശരി, ഏത് ഭരണഘടന? 49 ജാനുവരി 26 നിലവിൽ വന്ന ഒരു ഭരണഘടനയുണ്ട്, അതാണോ ഉയർത്തിപ്പിടിക്കേണ്ടത്? അതോ 54 വന്ന പുതിയ ഭരണഘടനയാണോ? അതോ 59 വന്ന ഭരണഘടനയാണോ? 62 വന്ന ഭരണഘടനയാണോ? 75-ലെയാണോ? 76-ലെയാണോ? 93 വലിയ മേജർ ചേഞ്ചസ് ഭരണഘടനയിൽ വരുത്തി, അതായിരുന്നു പഞ്ചായത്തി രാജ് ആക്ട്. അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നതാണ്. അതിനുശേഷം എത്ര തവണ ഭരണഘടന, എൻ്റെ കയ്യിലിരിക്കുന്നത് ഡോക്ടർ MV പൈലി ഭരണഘടനയും അതിൻ്റെ അമെൻമെൻറ്റ്സും വ്യാഖ്യാനങ്ങളും കേസുകളും ഒക്കെ അടങ്ങിയ വലിയ ഗ്രന്ഥം, അതാണ് ലേറ്റസ്റ്റ്. ഇപ്പം പഴയ ഭരണഘടനയും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതിലേത് ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നാണ് ചോദ്യം. ഈ കൗണ്ടർ ചോദ്യം BJP ചോദിക്കാത്തിടത്തോളം രാഹുൽ ഗാന്ധി ഈ ഭരണഘടന വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. ഈ മെസ്സേജ് പൊയ്ക്കൊണ്ടിരിക്കും, ഭരണഘടന ഈസ് സംതിങ് വിച്ച് ഷുഡ് നോട്ട് ബി ടച്ച്ഡ് എന്നുള്ള മെസ്സേജ് പൊയ്ക്കൊണ്ടിരിക്കും. സാധാരണ ഇപ്പോൾ എന്നോട് ഒരു ടാക്സി ഡ്രൈവർ, യൂബറിലെ ടാക്സി ഡ്രൈവർ എന്നോട് ചോദിച്ചു, സാർ, നരേന്ദ്രമോദി ഭരണഘടന എങ്ങാനും മാറ്റിക്കളയുമോ? ഞാൻ പറഞ്ഞു, മാറ്റിയാൽ എന്ത് സംഭവിക്കും? അല്ല, അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? നിങ്ങളുടെ പൂർവികന്മാർ അവർ നിലനിന്നത് ഏത് ഭരണഘടന ഉണ്ടായിട്ടാണ്? നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത് ഏത് ഭരണഘടന വെച്ചിട്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഭരണഘടന തടസ്സമായിട്ടോ സഹായമായിട്ടോ വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ പിന്നെ ആ സാധനം മാറ്റിയാലോ മറിച്ചാലോ നിങ്ങൾക്കെന്താ? ബട്ട് ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിനൊരു കൗണ്ടർ നരേറ്റീവ് ഉണ്ടാക്കേണ്ട ജോലി BJPക്ക് ഉണ്ടായിരുന്നു, കേന്ദ്ര BJPക്ക്, ഫോർ വിച്ച് ദേ ഹാവ് ഫെയിൽഡ് മിസറബിളി, ഐ മസ്റ്റ് സേ. ഈ കൗണ്ടർ നരേറ്റീവ് റൺ ചെയ്യാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ നരേറ്റീവിൻ്റെ യുദ്ധങ്ങളാണ്. ഡെമോക്രസിയിൽ ഒരിക്കലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല ജനങ്ങൾ കേൾക്കുന്നത്. ഇത് അരിസ്റ്റോട്ടിൽ 2400 വർഷം മുമ്പ് പറഞ്ഞിരുന്നു. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആളുകൾ അത് കേൾക്കുന്നതിന് 3 ഘടകങ്ങളുണ്ട്.
ഒന്ന്, അതിന് അദ്ദേഹം പേര് കൊടുത്തു ലോഗോസ്. നിങ്ങൾ പറയുന്നതിനകത്ത് ലോജിക്ക, മനുഷ്യൻ പറയുന്നത് ശരിയല്ലേ, അതിനകത്ത് ന്യായമുണ്ട്. രണ്ട്, നിങ്ങളുടെ ഇത് ഈതോസ്, അതായത് എൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. നിലിൻ എന്നെ പലതവണയായിട്ട് കേൾക്കുന്നു, ഞാൻ പറയുന്നതൊക്കെ ശരിയായിട്ട് വരുന്നു. അപ്പോൾ എനിക്കൊരു ക്രെഡിബിലിറ്റി നിതിൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ അത് കാര്യമായിരിക്കും കേട്ടോ, പുള്ളി അങ്ങനെ മണ്ടത്തരമൊന്നും പറയാറില്ല, ആള് കറക്റ്റാണ്. ഒരു ട്രസ്റ്റ് വർത്തിനെസ്, ട്രസ്റ്റാണ്. മോഹൻദാസ് പറഞ്ഞു, നിലിൻ വിശ്വസിക്കും. കാരണം മോഹൻദാസ് ചെക്ക് ചെയ്ത് പറയുള്ളൂ, യു ക്യാൻ ട്രസ്റ്റ് ദാറ്റ് മാൻ. ഇത് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകമാണ് ഈ ഇമോഷണലായിട്ടുള്ള കണക്റ്റ്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ഞാൻ ആ വാക്ക് മറന്നുപോയി, ഇമോഷണൽ കണക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, പാത്തോസ്. ഈ പാത്തോസിനെ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം, ഇമോഷണൽ ആയിട്ട്. ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം, അമ്മയോടുള്ള സ്നേഹമുള്ള എത്ര കോടി മനുഷ്യർ ലോകത്തിലുണ്ട്, അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റ് എത്ര പേര് ഷെയർ ചെയ്ത് നോക്കുക, അവർക്കെല്ലാം അമ്മയോട് ഈ വികാരമുള്ളവരാണ്. അപ്പോൾ ഷെയർ ചെയ്യാത്തവരോ രണ്ട് ടൈപ്പാണ്. ഒന്ന്, കാണാത്തവർ, പോസ്റ്റ് കണ്ടില്ല. വേറൊന്ന്, കണ്ടിട്ടും ഷെയർ ചെയ്യാത്തവർ. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും മനുഷ്യനെ. ഇതാണ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക ചെയ്തുകൊണ്ടിരുന്നത്. കേംബ്രിഡ്ജ് അനലിറ്റിക്ക ആൾക്കാരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നു, പേഴ്സണൽ വിവരങ്ങൾ ചോർത്തുന്നു ഒക്കെ പറഞ്ഞ് വലിയ ബഹളമായി കേംബ്രിഡ്ജ് അനലിറ്റിക്ക പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടപ്പോൾ എന്തായി, കൂടുതൽ കോംപ്ലിക്കേഷനായി. നേരത്തെ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്നുള്ള ഒറ്റ എൻറ്റിറ്റിയെ വാച്ച് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ആരെ വാച്ച് ചെയ്യണം നമുക്ക് നിർബന്ധമില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോൾ നിലിൻ സിമ്പിൾ കാര്യം ശ്രദ്ധിക്കൂ. ഫേസ്ബുക്ക് എടുത്തു കഴിയുമ്പോൾ ഒരു ബെൽറ്റ് കാണുന്നു. എൻ്റെ അനുഭവം പറയുകയാണ്, അനുഭവമാണ്. ഒരു ബെൽറ്റ് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമല്ലോ, നല്ല ബക്കിൾ ഇതൊക്കെ ആയിട്ട് നല്ല ആകർഷകമായിട്ട് ഞാനിങ്ങനെ നോക്കി. അതിൻ്റെ വില എത്രയാണെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 4000 ചില്ലായിരം രൂപ. എടാ, 4000 രൂപയ്ക്ക് ബെൽറ്റ് വാങ്ങിച്ച് അരയിൽ കെട്ടാൻ പറ്റുമോ? അങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ നിലിൻ കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് ഈ ബെൽറ്റ് എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. ഞാൻ എപ്പോൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഒരു ബെൽറ്റ് അല്ലെങ്കിൽ വേറൊരു ബെൽറ്റ് വന്നുകൊണ്ടേയിരിക്കും. 2 പോസ്റ്റ് കഴിഞ്ഞാൽ 3ാമത്തെ ബെൽറ്റാണ്. അടുത്ത പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ബെൽറ്റ്, പിന്നെ ഒരു 4-5 പോസ്റ്റ് വീണ്ടും ബെൽറ്റ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ അനുഭവമില്ല. കണ്ടിന്യൂസ്ലി നിങ്ങളൊരു സാധനം ഒന്ന്, ഫേസ്ബുക്കിന് മനസ്സിലായി ഈ മനുഷ്യൻ്റെ പാത്തോസ്, ഇയാളുടെ ഒരു ചെറിയ വീക്ക്നെസ്സാണ് ബെൽറ്റ്. ഹി വാണ്ടഡ് എ ഗുഡ് ബെൽറ്റ്, ഹി എൻജോയ്സ് എ ഗുഡ് ബെൽറ്റ്. ചിലപ്പോൾ വെറും ആവശ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ഫാൻസി കൊണ്ടാവാം. ഒരുപാട് ബെൽറ്റുകളുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരുപാട് ചെരുപ്പുകൾ, ആവശ്യത്തിൽ കൂടുതൽ 6, 8, 10 ജോഡി ചെരുപ്പുകളുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? എന്തിനാ ചെരുപ്പ് എന്ന് ചോദിച്ചാൽ അയാളൊരു ഫാൻസിയാണ്, അയാളുടെ അത്. ഇപ്പം ഇതുപോലെ പൊളിറ്റിക്കൽ ആശയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഈ പൊളിറ്റിക്കൽ ആശയങ്ങളിൽ താല്പര്യങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഇതിൽ നിന്നൊക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു. ഭരണഘടന എന്ന് പറയുന്നത് തൊട്ടുകൂടാത്തൊരു സാധനമാണ്. അതിൻ്റെ ഹിസ്റ്ററി ഒന്നും ആരും ആലോചിക്കുന്നില്ല. ഭരണഘടന, മോദി ഭരണഘടന, അല്ലെങ്കിൽ ചാർസോ പാർ, എന്തിനാ അയാൾക്ക് ഈ നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തു. ദാറ്റ് ഈസ് വെയർ BJP ഫെയിൽ ടു കൗണ്ടർ ഇറ്റ്. ഇത് ഇപ്പം നടക്കുന്നത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഈ ലോഗോസ്, ഈതോസ്, പാത്തോസ്. ലോഗോസും ഈതോസും ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് ഉപയോഗിക്കുന്നവർ കുറവാണ്. പാത്തോസിന് ശക്തി വളരെ കൂടുതലാണ്. പാത്തോസ് എന്ന് പറയുന്ന ഇമോഷണൽ കണക്റ്റ്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ സ്റ്റേജിൽ താൻ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞ് കരയുകയൊക്കെ ചെയ്തു എന്ന് വെച്ചോ, ദാറ്റ് വിൽ അഫക്റ്റ് യു. കാരണം കരച്ചിൽ നിങ്ങളെ ഇമോഷണലി അയാളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു. പാവം, അങ്ങനെ അല്ല, പകരം പരസ്യമായിട്ട് കരഞ്ഞു മഹാബം, ഇനി ദ്രോഹിക്കാൻ ഞാനില്ല. അയാളൊന്നും ചെയ്തില്ല, അയാളൊന്ന് കരയുക മാത്രമേ ചെയ്തുള്ളൂ. വേറെ ഒരു ലോജിക്കും പറഞ്ഞില്ല, കേസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. പെണ്ണ് കേസോ വല്ലതും ആയിരിക്കും, ഈ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് ഒന്നുമില്ല.
ആ മനുഷ്യൻ കരഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കരച്ചിലിനോട് നമുക്കൊരു സഹതാപമുണ്ട്. ഈ സഹതാപം മുതലെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്കൽ റെട്ടറിക്കിൻ്റെ ഓരോ പാർട്ടിലും ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആളാണ് നമ്പർ 1 രാഷ്ട്രീയക്കാരൻ. നേരത്തെ ഇതിന് മാർഗം ഉണ്ടായിരുന്നില്ല സർവേ ചെയ്യാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ഇമോഷൻസ് ഇതെല്ലാം ഈ പറഞ്ഞ ആളുകൾക്ക് കിട്ടും. അവരത് വെച്ചിട്ട് ഫോർമുല ഉണ്ടാക്കി ഇന്ത്യയെ പിടിച്ചു കുലുക്കുന്നത് എന്താണ്, പിടിച്ചു നിർത്താൻ കഴിവുള്ള പോയിൻ്റ് എന്താ. ഇപ്പോൾ മോദിയുടെ കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ് ഹിന്ദുത്വം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ത്രൂ ഔട്ട്. അതിൻ്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഒരു ശ്രുതിയായിട്ട് ഹിന്ദുത്വം നിൽക്കുന്നു. ഇപ്പോൾ ഹിന്ദുത്വത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഹിന്ദുത്വവും അതിനോടനുബന്ധിച്ച ആധ്യാത്മികതയും അടിസ്ഥാനമായിട്ടാണ് ഭാരതത്തിൽ നിൽക്കുന്നത്. അതിനെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതങ്ങ് വിടുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദുത്വത്തിനെതിരെയുള്ള അറ്റാക്ക് കുറവാണ്. ശ്രദ്ധിച്ചു, കുറവാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും അതിന് ശേഷവും ഹിന്ദുത്വം ഒരു ചർച്ചാ വിഷയമായില്ല. ചർച്ചാ വിഷയമാക്കി നിർത്തേണ്ടതാണെന്ന് BJPക്ക് മനസ്സിലായില്ല. അങ്ങനെ ഇത് ഭരണഘടനയിലേക്കും 406 ഒക്കെ പോവുകയും തെരഞ്ഞെടുപ്പ് ഏകമുഖത്തിൽ നിന്ന് ബഹുമുഖമാകുകയും ഓരോ സ്റ്റേറ്റിലും ഓരോ റിസൾട്ട് വരികയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഒറീസയിൽ BJP അടിച്ചു കയറി, മധ്യപ്രദേശിൽ മുഴുവൻ, ഉത്തർപ്രദേശിൽ തോറ്റു, രാജസ്ഥാൻ ഇത് കാരണം വെവ്വേറെ ഇഷ്യൂസാണ് പല സ്ഥലത്തും. ഒരു സിംഗിൾ കോമൺ ഇഷ്യൂ ഇല്ല. ഈ പറഞ്ഞ പാത്തോസിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു ഇഷ്യൂ ഇല്ല. 2019 പാത്തോസിന് ഇഷ്യൂ രാജ്യസ്നേഹം, അതൊരു പാത്തോസാണ്, എല്ലാവരുടെയും മനസ്സിൽ ശക്തമായൊരു വികാരമാണ്. അത് 2019 മോദിയെ സഹായിച്ചു. 2024 അങ്ങനെ ഒരു സിംഗിൾ വിചാരത്തിലേക്കല്ല, ലോഗോസിലേക്കല്ല, പാത്തോസിലേക്ക് ഡയറക്റ്റ് പോകുന്ന, വികാരത്തിലേക്ക് പോകുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവർക്ക് അവരും അത് ഫുൾ സക്സസ്ഫുൾ ആയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ജയിക്കാത്തത്. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഉടക്ക് വയ്ക്കാനുള്ള ഒരു സാധനമാണ്. കാരണം പല കമ്മിറ്റികളിൽ മെമ്പറാണ് പ്രതിപക്ഷ നേതാവ്. അവിടെ എല്ലാം ഉടക്ക് വെച്ച് കച്ചറ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും. ലോക്സഭയിൽ ഹൂളിഗനിസം ഉപയോഗിക്കും, അലമ്പാക്കുക. അതൊരു ടെക്നിക്കാണ്. ലോക്സഭ നടത്താൻ സമ്മതിക്കാതിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഓം ബിർള സസ്പെൻഡ് ചെയ്യും. അപ്പോൾ സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഈ കക്കോളം പൊന്നുണ്ടോ രാജാവിനെന്ന് ചോദിച്ചൊരു കാക്ക ബഹളം വെച്ചിരുന്നു. കാക്കയ്ക്ക് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിന്ന് ചെറിയൊരു കഷ്ണം സ്വർണം കിട്ടി. ഈ സ്വർണം കൊത്തിയെടുത്തിട്ട് മതിലിൽ പോയി ഇരുന്നിട്ട് കാക്ക ബഹളം വെച്ചു. ഈ രാജാവിന് ഉത്തരവാദിത്വമുണ്ടോ? സ്വർണം വെറുതെ മുറ്റത്ത് കിടക്കുന്നു, വല്ല ദണ്ണമുണ്ട് മനുഷ്യൻ, ഉത്തരവാദിത്വം ഇല്ലാത്തവരെന്നൊക്കെ പറഞ്ഞിട്ട് കാക്ക വലിയ ശല്യമാണ്. അവസാനം രാജാവ് എന്താടാ ഇത് നിരന്തരം പിടിച്ചോണ്ട് അതിൻ്റെ സ്വർണ്ണം മേടിക്കും. ആളുകൾ കൂടി രാജഭടന്മാർ കൂടിയിട്ട് കാക്കയൊക്കെ സ്വർണം തട്ടിപ്പറിച്ചെടുത്തപ്പോൾ കാക്ക അടുത്ത നിലവിളി തുടങ്ങി. തമ്പുരാനൻ പണം തട്ടിപ്പറിച്ച് വലിയ നിലവിളി. ഇത്രയും കാശൊന്നും ഇല്ലാണ്ടാണോ ഈ പാവത്തിൻ്റെ ഈ സ്വർണ്ണം നീ തട്ടിപ്പറിച്ചില്ലേ, മഹാഭാവി നിനക്ക് ഗുണം പിടിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം രാജാവ് പറഞ്ഞു അതങ്ങ് തിരിച്ച് കൊടുത്തേക്ക്, തലവേദന. തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം പേടിയുണ്ടല്ലേ, അപ്പം പേടിയുണ്ട് എന്നെ, ഞാൻ ചില്ലറക്കാരനല്ല, എനിക്ക് ഈ രാജാവിനെ ഒന്നും ഒരു മൈൻഡുമില്ല, മനസ്സിലായോ? ഇപ്പോൾ ഊറി പോലെ കൊണ്ടുവന്ന് തന്ന കണ്ടില്ലേ, എനിക്കറിയാം എൻ്റെ സാധനം മേടിക്കാൻ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും ഈ കാക്കയെ? ഇതുപോലത്തെ കാക്കകളെ ഇവർ നടത്തിക്കൊണ്ടിരിക്കും പ്രതിപക്ഷം. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനീ പറഞ്ഞ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഒമരിയാർ ഫൗണ്ടേഷൻ, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, നമ്മുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഇവരെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇസ്ലാമിക തീവ്രവാദികളുടെ ഫണ്ടിന്, അതുകൂടാതെ അതിർത്തിയിൽ ചൊറിയാൻ വേറെ ആൾ, മനസ്സമാധാനം തരാതെ ഇതിങ്ങനെ അലമ്പാക്കി നിർത്തുക എന്നുള്ള പരിപാടിയായിരിക്കും. അതുകൊണ്ട് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വലി ആൾക്കാർക്ക് സംതൃപ്തി നൽകുന്നൊരു സാധനമാണ്. ഒരാൾ മെച്യൂർഡായിട്ട് പെരുമാറുന്നു,
ഓക്കെ ഫൈൻ, മെച്യൂർഡായിട്ട് പെരുമാറുന്നു. അമ്പലപ്പറമ്പിൽ ഈ മെച്യൂരിറ്റിക്ക് വല്ല വിലയും ഉണ്ടോ? പൂരം പടയണി വേലയൊക്കെ നടക്കുന്നു, തൃശ്ശൂർ പൂരം എലഞ്ഞിത്തറ മേളം നടക്കുന്നു. ഒരാൾ മെച്യൂർഡായ ആൾ പുള്ളി മാറി ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നു. ഇതിൻ്റെ കൂടെ തുള്ളുന്നവർ പറയും കാർന്നവരെ മാറി നിൽക്കുന്നു. ഒന്നുകിൽ പൂരത്തിൻ്റെ കൂടെ തുള്ളണം, ഇതിങ്ങനെ കല്ല് പോലെ ഇതിൻ്റെ നടക്ക് നിൽക്കുന്നത്. മെച്യൂരിറ്റിക്ക് വിലയില്ല അന്തരീക്ഷത്തിൽ, അവിടെ ഇമ്മെച്യൂരിറ്റിക്കാണ് വില. അപ്പോൾ ഇവർക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ മെച്യൂരിറ്റിയും കൊണ്ട് നടന്നാൽ നടക്കുകയുള്ളൂ. യു വിൽ ബി കോൾഡ് ആസ് എ പൊളിറ്റിക്കൽ ജെൻറ്റിൽമാൻ. സോ വോട്ട് വേണ്ടേ, ഭരണം അട്ടിമറിക്കണ്ടേ? അട്ടിമറിയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ കുറേ കാലമായിട്ടുള്ള ജോലി ക്രിയാത്മക പ്രതിപക്ഷം എന്നൊക്കെ പറയുമെങ്കിലും അട്ടിമറിയാണ് എല്ലാ പ്രതിപക്ഷത്തിൻ്റെയും ജോലി. കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് പിണറായി വിജയനെ അട്ടിമറിക്ക് കിട്ടുന്നിടത്ത് വെച്ച് മറിക്കുക, ഇതാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു അപകടം വരുമ്പോൾ അതിന് വാൺ ചെയ്യുന്ന ഒരു പരിപാടി ഇവർക്കില്ല. അതാണെങ്കിൽ ക്രിയാത്മക പ്രതിപക്ഷം ഇവിടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ആദ്യം. അപകടം ഉണ്ടാവാൻ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. ഇങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടാവും, അവിടെ ലാത്തി ചാർജ്, ബഹളം, വെടിവെപ്പൊക്കെ ആകും. അപ്പോൾ എന്ത് ചെയ്യണം? വി ഡി സതീശൻ ബെന്നി ബെഹനാനെ വിളിച്ചു ചോദിക്കും, ഒരു സിറ്റുവേഷൻ മൂത്ത് വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാനിപ്പുറത്തൂടെ ഒന്ന് തളിക്കണം, എന്നിട്ട് ഇവൻ കുടുങ്ങട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. കുടുങ്ങി പോലീസ് അവിടെ നിവൃത്തികേട് കൊണ്ട് വെടിവെച്ചു, പ്രശ്നമായി, പിണറായി വിജയൻ രാജിവെക്കണം. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. ഇത് ലോക്സഭയിൽ കോൺഗ്രസും മറ്റ് കക്ഷികളും ചേർന്ന് ചെയ്യും. മറ്റ് കക്ഷികൾക്ക് വലിയ ജോലിയൊന്നുമില്ല, കോൺഗ്രസിനെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. എത്ര കാലം അവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം DMKയ്ക്ക് അവരുടേതായ അജണ്ടയും സംഗതിയുണ്ട്. ഇവരുടെ താളത്തിന് തുള്ളിക്കഴിഞ്ഞാൽ എവിടം വരെ എത്തും എന്നവർക്ക് സംശയമുണ്ടാകും. ഇങ്ങനെ ചില റൈഡേഴ്സൊക്കെ ഉണ്ടെങ്കിലും ജനറലി രാഹുൽ ഗാന്ധി മെച്യൂരിറ്റി കാണിക്കാൻ പോകുന്നില്ല. മെച്യൂരിറ്റി അങ്ങേർക്ക് മുതലാവില്ല, മെച്യൂരിറ്റി അങ്ങേരുടെ അജണ്ടയിലില്ല. ഇത് വേറെ കളിയാണ് നടക്കുന്നത്, പെർസെപ്ഷൻസിൻ്റെ കളി, നരേറ്റീവ്സിൻ്റെ കളിയാണ് നടക്കുന്നത്. പിന്നെ BJPക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? അത് ഇപ്പം നിലവിലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇലക്ഷൻ ഞാനൊരു കാര്യം, BJPക്ക് അങ്ങനെ ഒരു കൗണ്ടർ സ്ട്രാറ്റജി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഐ ജസ്റ്റ് ഡോണ്ട് നോ, ഐ ആം നോട്ട് നോട്ടീസ്ഡ്. ഒരു സോഫ്റ്റ് സ്റ്റാൻഡ് ആണോ പൊതുവെ ഇപ്പം, അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ സോഫ്റ്റ് അല്ല, ഒരു ഡയറക്ഷൻലെസ് ആയിട്ട് പെരുമാറുന്നതായിട്ട് കുറേ കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിജി പബ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ടായി, ഈ ധന്യ രാജേന്ദ്രൻ ന്യൂസ് മിനിറ്റ് 13 പേര് മറ്റു മെമ്പറാണ് ഇതിൽ. എല്ലാം വെബ് പോർട്ടലുകളാണ്, കാരവൻ കീരവൻ എന്നൊക്കെ പറഞ്ഞ് നമ്പർ 1 ആൻറ്റി നാഷണൽസ് ഒക്കെ ചേർന്നിട്ട്. ഇതുപോലെ ഇപ്പുറത്തെ ഒരു കൗണ്ടർ ഫോഴ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരെ ഓർഗനൈസ് ചെയ്യാൻ, അവരെ സഹായിക്കാൻ, അവരെ പാട്രണൈസ് ചെയ്യാൻ ആരുമില്ല. ഇൻഡിവിജ്വൽ ഫൈറ്റേഴ്സാണ് റൈറ്റ് വിങ്ങിൽ. ആ ജയ്പൂർ ഡയലോഗുണ്ട്, ആദി അച്ചിന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ എല്ലാവരും ഇൻഡിവിജ്വൽ ഫൈറ്റേഴ്സാണ്. നോ കോർഡിനേഷൻ, നത്തിങ്. ഓരോരുത്തർ അവരവർക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്ത് അങ്ങനെ പോകുന്നു. അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, അവരുടെ ഒരു പോലീസ് കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല, ജാമ്യത്തിലിറക്കാൻ ആളില്ല, അവരുടെ കേസ് ഫൈറ്റ് ചെയ്യാൻ ആളില്ല. ഇൻഡിവിജ്വൽസാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവർ നിർത്തിപ്പോവും. എവരിബഡി ഗോസ് ബൈ സെലിബ്രിറ്റി. ഓൾറെഡി ഒരു 2 മില്യൺ അല്ലെ 5 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു യൂട്യൂബർ, അയാൾ എന്ത് നോൺസെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പിന്നാലെ ആൾക്കാർ പൊക്കൊണ്ടേയിരിക്കും. യു ഡോണ്ട് ഹാവ് എ നരേറ്റീവ് അറ്റ് ഓൾ. ഇൻഡിവിജ്വൽസ് അവിടെ ഇവിടേക്ക് ബഹളം വയ്ക്കും. അപ്പോൾ ഒരു പ്രോ ഇന്ത്യ നരേറ്റീവ് ഉണ്ടാവുക, മറ്റവർ കളിക്കുന്ന കളി എന്താണെന്ന് മനസ്സിലാകുക. ഈ പറഞ്ഞ ബേസിക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതലാണ്. നമ്മളുടെ ശങ്കരനൊക്കെ പറയില്ലേ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അചിന്ത്യം, ഇങ്ങനെ പല രീതിയിൽ. അത് ഈ പാതോസിനെ പലതായിട്ട് വിഭജിച്ചതാണ്. ഇതിൻ്റെ ഉസ്താദ്മാർ ഭാരതീയരാണ് കേട്ടോ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ശരിക്കും ഉസ്താദ്മാർ ഭാരതീയരാണ്. മനസ്സിൻ്റെ കളികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരും അതിൻ്റെ ഏത് തന്തിയിൽ പിടിച്ചാൽ ഏത് സ്വരം വരുമെന്നും. ഈ വയലിൻ കണ്ടിട്ടില്ലേ, വയലിന് ഫ്രെറ്റ് അടയാളങ്ങളൊന്നുമില്ല, പ്ലെയിനാണ്. പക്ഷേ അതിൽ എവിടെ നമ്മൾ വിരൽ വെച്ച് ബോ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്വരം എവിടെ നിന്ന് വരും,
അത് പ്രാക്ടീസ് ചെയ്ത് വയലിൻ വായിക്കുമ്പോഴും അറിയാം അവരനായാസമായിട്ട് അത് ചെയ്യും. ഇതുപോലെ മനുഷ്യ മനസ്സുകളെ കൃത്യം സ്വരത്തിലേക്ക് എത്തിക്കാൻ ഈ തന്തികൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ഇത് കൃത്യമായിട്ട് വിഭജിച്ച് മറ്റേ കോഡ് പറയില്ല, ABCD, പിന്നെ A+C+, സംഗീതജ്ഞന്മാരൊക്കെ പറയുന്നതാണല്ലേ, C+ എടുത്ത് C+, അപ്പോൾ ഹാർമോണിയത്തിൽ C+, ഇങ്ങനെ ചെയ്യും. ഇതുപോലെ മനുഷ്യ മനസ്സിനെ കൃത്യം ആ പോയിന്റിലേക്ക്, ശ്രുതിയിലേക്ക് കൊണ്ടുവരാൻ നരേറ്റീവിന് സാധിക്കും. ആ നരേറ്റീവിൻ്റെ കളിയാണ് ഇപ്പോൾ ലോകത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുല്ലപ്പൂ വിപ്ലവം, താമരപ്പൂ വിപ്ലവം എന്നൊക്കെ പറയും. ഇതിൻ്റെ പിന്നിലാരാ? ഇതൊക്കെ ഓർഗനൈസ് ചെയ്താരാ? ആരും അവിടെ പോയി പ്രസംഗിച്ച ആളുകളെ ബോധ്യപ്പെടുത്തി ലോജിക്ക് വെച്ച് അങ്ങനെയൊന്നും അല്ല ചെയ്തത്. ത്രൂ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിലെ ഈ വിവരങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ കമ്പനികളുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലതുണ്ടോ? നമുക്കിവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കേസായി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് റിപ്ലൈ വന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കൈമളത്തും. യു ഹാവ് നോ കൺട്രോൾ ഓവർ ദാറ്റ്. നമുക്ക് നമ്മുടെ ഒരു ഫേസ്ബുക്ക് വേണ്ടേ, നമ്മുടെ ട്വിറ്റർ വേണ്ടേ, നമ്മളുടെ ഇൻസ്റ്റ, നമ്മളുടെ യൂട്യൂബ്? എവിടെ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ആളില്ലാഞ്ഞിട്ടാണോ? പ്രിയോറിറ്റി ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് മൈക്രോസോഫ്റ്റിൻ്റെ ഇൻചാർജ് നടേല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും മൈക്രോസോഫ്റ്റിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല. കാരണം മില്ലി സെക്കൻഡ് വെച്ചിട്ടാണ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ഉണ്ടല്ലോ, ഡെസ്ക്ടോപ്പിൻ്റെ ഇതിൽ മൈക്രോസോഫ്റ്റാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ എങ്കിൽ ആ മോണിറ്ററിൻ്റെ മില്ലി സെക്കൻഡ് വെച്ച് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ടുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിലിൻ ഇപ്പോൾ ഒരു ഓർഡിനറി മനുഷ്യനാണ്. ഈ ഡാറ്റ കൊണ്ട് അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ബട്ട് നിലിനെ അവർ കംപ്ലീറ്റ് അവർ സ്കാൻ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. നിലിൻ കാണുന്ന സിനിമകൾ, നിലിൻ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയാണ് ഈ സെർച്ച് ഹിസ്റ്ററിയൊക്കെ അവർ കാണിക്കുന്നത് ഗൂഗിളൊക്കെ. എവറിത്തിങ് ഈസ് നോൺ ടു ദം. യുവർ മൊബൈൽ കണ്ടിന്യൂസ്ലി നമ്മൾ പറയും ഞാനൊക്കെ രഹസ്യമായിട്ട് ഡിജി ലോക്കറിൽ വെച്ചിരിക്കുകയാണ്, തേങ്ങയാണ്. എവറിത്തിങ് ഈസ് നോൺ ടു ഗൂഗിൾ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ പാസ്വേഡ്, കുന്തം കുറുവ് മുഴുവൻ നിങ്ങൾ മൊബൈൽ തൊട്ടോ ഗൂഗിൾ ഈസ് ഹാവിങ് ദാറ്റ് ഡാറ്റ. ഒരു ജിമെയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എത്ര സ്ഥലത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം? എല്ലാം നമ്മൾ നമ്മുടെ ഗാലറി അത്. എന്നിട്ട് വേറെ ആരെങ്കിലും കണ്ടാൽ നമുക്ക് നാണക്കേട്. എൻ്റെ ഫോൺ എടുത്ത് അവൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. ഇത് മുഴുവൻ സാഹിബിൻ്റെ കയ്യിലിരിക്കുക. അത് വെച്ചിട്ട് നമ്മളെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വരുന്ന ഫീഡുകൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു, കുറേ സാധനം ഇറങ്ങി വരുന്നു. എങ്ങനെ ഈ കുറേ ആദ്യം വരുന്നത് ഏതാ? ആദ്യം വരുന്നതല്ല സാധാരണ നമ്മൾ കയറി ഡീറ്റെയിൽസ് അറിയാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഇത് ആദ്യം വരുത്താനായിട്ട് 15 years ബാക്ക് ഈ സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞു, ഈ ഗൂഗിൾ ചെയ്യുമ്പോൾ ആദ്യം വരുത്താനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ സാറിന് ചെയ്തു തരാം. ഞാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും തൊലയിട്ട്, എനിക്കതൊന്നും വേണ്ടെന്ന്. അയാൾ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തു. ദർ ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ദ ഫസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. അങ്ങനെയുള്ള മാനിപ്പുലേഷനാണ് നടക്കുന്നത് മൈന്യൂട്ട് തലത്തിൽ. അതുകൊണ്ടാണ് ഈ ഡ്രൈവർ എന്നോട് ചോദിച്ചത്, സാർ ഭരണഘടന മാറ്റുമോ എന്ന്. ഭരണഘടനയ്ക്ക് എന്ത് പ്രാധാന്യം ചോദിച്ചപ്പോൾ അയാൾക്ക് ഉത്തരവൊന്നുമില്ല. ബട്ട് ഭരണഘടന മാറ്റാൻ എന്തോ കുഴപ്പമുണ്ട് എന്നയാളുടെ മനസ്സിൽ കയറ്റി നെഗറ്റീവോടെ വർക്കൗട്ടായി. സോ ഇതിനൊരു കൗണ്ടർ നെഗറ്റീവ് ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിനെയൊക്കെ ചെറുതായിട്ട് കാണുക. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ പിള്ളേർ കളിയാണ്. പിള്ളേർ കളിയല്ല, അത് വലിയ മുതിർന്ന ബുദ്ധിരാക്ഷസന്മാരുടെ കളിയാണ്. അതുകൊണ്ട് അവരാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് അവരുടെ തിരക്കഥ അനുസരിച്ചാണ് രാഹുൽ ഗാന്ധി പെരുമാറാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി സഭയിൽ മുദ്രാവാക്യം വിളിച്ചാൽ അതിനർത്ഥം രാഹുൽ ഗാന്ധിയോട് അവർ പറഞ്ഞിട്ടുണ്ട് നാളെ മുദ്രാവാക്യം വിളിക്കണം. അങ്ങനെ കളിപ്പാവയായിട്ട് അവരുടെ കയ്യിൽ നടക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ പ്രതിപക്ഷ നേതാവ് പൊതുവെ രാജ്യത്തിന് പുറത്തു പോവുകയാണെങ്കിൽ കീഴ്വഴക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയം പറയരുതെന്നൊക്കെയാണ് ആ ഒരു പ്രസിഡൻസ്, അങ്ങനെയാണുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി പലപ്പോഴും പുറത്തുപോയ ഇന്ത്യയെ വിമർശിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ വളരെ വിവാദമായിരുന്നു. കാരണം ഇന്ത്യക്കെതിരെയുള്ള ഒരു വിമർശനമായിട്ട് പോലും വിലയിരുത്തപ്പെട്ടിരുന്നു. അപ്പം അതിലൊക്കെ അദ്ദേഹത്തിന് എന്തൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു ഹൂളിഗാനിസം എന്നുള്ള ലൈനിലേക്ക് തന്നെ പോകുമോ? ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കും.
അക്കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്ന് പറയും, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയും, ദളിത് എന്നൊക്കെ പറയും. ഇത് തന്നെ ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ഇൻസ്ട്രക്ഷനാണ് ഇത്തവണ അത് പറയേണ്ട. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ക്ലിക്ക്. ഇപ്പോഴും ഇവരുടെ നരേറ്റീവിൽ ഇവർക്ക് സംശയമുള്ളൊരു സാധനമാണ് കാസ്റ്റ് സെൻസസ്. കാസ്റ്റ് സെൻസസ് ഷുവർ സക്സസ് ആകും എന്നവർക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് അതിൽ വലിയ ഊന്നൽ വരാത്തത്. ഭരണഘടന എന്ന് മാത്രം പറയുന്നത്. ഇതിന് കൗണ്ടർ ഇത് തന്നെ ചോദിച്ചാൽ ഏത് ഭരണഘടന? വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ യു മീൻ? ഓഫ് വിച്ച് ഇയർ? ഞാൻ പറഞ്ഞില്ല, ആദ്യം ഭരണഘടന ബേസിക് വന്നു. ഇത് കഴിഞ്ഞിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവലം കിട്ട ആൾ ജവഹർലാൽ നെഹ്റുവാണ്. ഫസ്റ്റ് ടൈം. ഞാനതിനെ അനുകൂലിക്കുന്ന ആളാണ് കേട്ടോ. ചുമ്മാ തോന്നിയ ആർക്കും എന്ത് അഭിപ്രായം പറയാം എന്നുള്ളത് നല്ല കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നമ്മുടെ ഭരണഘടനയുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് കൊണ്ടുവന്നത് നെഹ്റുവാണ്. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തിനായിരുന്നു. അപ്പോൾ നെഹ്റുവിന് മുമ്പുള്ള ഭരണഘടനയാണോ നെഹ്റുവിൻ്റെ അമെൻമെൻറ്റിന് ശേഷമുള്ള ഭരണഘടനയാണോ വേണ്ടത്? ഇത് ചോദിക്കുന്നു. എത്ര അമെൻമെൻറ്റ് വരുത്തിയിരിക്കുന്നു ഭരണഘടനയിൽ? എൻ്റെ കയ്യിലുള്ള ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ എം ഇ പൈലി 114 ഭേദഗതികൾ വെച്ച് അദ്ദേഹം നിർത്തിയിരിക്കുന്നു. അത് 2016 മറ്റുമാണ്. അതിനുശേഷം എത്ര ഭേദഗതി വന്നു എന്ന് ആർക്കറിയാം? നമുക്ക് ഈ എല്ലാ പലതിലും ഭരണഘടനാ ഭേദഗതി വന്നിട്ടുണ്ട്. GST ഭരണഘടനാ ഭേദഗതിയായിരുന്നു. ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ വന്നു. അത് പിന്നെ ജഡ്ജിമാർ തന്നെ റദ്ദാക്കി. ബട്ട് അതൊരു ഭരണഘടനാ ഭേദഗതി ആയിരുന്നു. പഞ്ചായത്തി രാജ് അങ്ങനെയായിരുന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് ഭരണഘടനാ ഭേദഗതിയല്ല, പക്ഷേ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയത് ഭരണഘടനാ ഭേദഗതി വഴിക്കാണ്. ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പലപ്പോഴും ലോക്സഭയിൽ നടക്കാറുണ്ട്. അതൊരു സാധാരണ സംഭവമാണ് എന്ന് പൊതുജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യത ഇവർക്കാണ്, BJPക്കാണ്. അത് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഇപ്പോഴും അവരെവിടെയോ ഒക്കെ മടിച്ചു നിൽക്കുന്നു. അവരുടെ കൂട്ടത്തിൽ അസാമാന്യമായ വാക്സാമർഥ്യമുള്ള ഇറിഡേറ്റ് ആയിട്ടുള്ള എത്രയോ പേരുണ്ട്. അവരെ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ഹാവ് യു സീൻ ഒരു മൗനമാണ് BJP ഭാഗത്ത്. ആകെ മിണ്ടി ഞാൻ കണ്ടത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ബാക്കിയുള്ളവരാരും സ്ട്രോങ് ആയിട്ട് ഒന്നും പറയുന്നില്ല. മേ ബി മറ്റേ പുതിയ വ്യാഖ്യാനമുണ്ട്, പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യമാണെങ്കിൽ ഓക്കെ, അതല്ല അത് ആശ്വസിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ കഷ്ടമാണ്. ഈ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഓം ബിർള നടത്തിയൊരു ഇതുണ്ടായിരുന്നല്ലോ, അത് പക്ഷേ കോൺഗ്രസിനെ ശരിക്കും ഒന്ന് പ്രതിരോധത്തിലാക്കി. അടിയന്തരാവസ്ഥയുടെ ആ ഒരു ഇത് ആരും സപ്പോർട്ട് കിട്ടിയില്ല. മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ പോലും സപ്പോർട്ട് ചെയ്തില്ല. അപ്പം അത്തരം കൂടുതൽ ഒരു ഫിയേഴ്സ് ആയിട്ടുള്ള നല്ല കുറേ പ്രഭാഷണങ്ങളും ഇത്തരം പാർലമെൻറ്റിലാണ് ആ രീതിയിൽ കാര്യങ്ങൾ ഉയർത്താനൊക്കെ പറ്റണ്ടേ? ഒന്ന് ഇപ്പോൾ ഈ സ്വന്തം ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ കാണിക്കുന്ന ഒരു അവഗണനയായിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഇയാൾ സാം പിട്രോഡ് പുനർനിയമനം കൊടുത്തു. സാം പിട്രോഡ് അയാൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. അയാൾ സോറി പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. നൂപുർ ശർമ്മയെ BJP റീഇൻസ്റ്റേറ്റ് ചെയ്തോ? ചെയ്തില്ല. അതൊരു സിഗ്നൽ ആവേണ്ടത്. വാസ്തവത്തിൽ ഈ മോദി അഡ്മിനിസ്ട്രേഷന് പറ്റിയ ഒരു വലിയ എംബറാസ്മെൻറ്റ് നൂപുർ ശർമ്മ ഇൻസിഡൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ആൾക്കാർ ഭയന്നു പോവും. എല്ലാവർക്കും അവരവരുടെ ജോലി കുടുംബമൊക്കെ ഉള്ളതാണ്. ഞാനെന്തെങ്കിലും കുഴപ്പത്തിച്ചാടേ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല, മിണ്ടണ്ട. ഞാനത് മിണ്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പറയും, അതേ നമ്മൾ കുഴപ്പത്തിലായ ആരുണ്ടാകും നമുക്ക്, നിങ്ങൾ വിമ മിണ്ടാതിരി. ഇങ്ങനെ ഓരോരുത്തരും ഭയന്ന് മിണ്ടാതെയാകും. ആ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ഈ നൂപുർ ശർമ്മ ഉദാഹരണം പറഞ്ഞത്. യു ഹാവ് ടു പ്രൊട്ടക്റ്റ് യുവർ പീപ്പിൾ. മേ ബി സംതിങ് ഒരല്പം ഓവർഡൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പോലും അയാളെ തള്ളിക്കളയാതെ കറക്റ്റ് ചെയ്ത് കൂടെ നിർത്തണം. ഫ്രം ആൻ ഓർഡിനറി സിമ്പതൈസർ. വർക്കർ പോലും ആയിരിക്കില്ല BJPയുടെ. എവരിബഡി നീഡ് നോട്ട് ബി എ പൊളിറ്റീഷ്യൻ. ബട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുണ്ടെങ്കിൽ വിത്ത് ഓൾ ഹിസ് ഡിഫക്ട്സ് യു അക്സെപ്റ്റ് ഹിം. അതർവൈസ് യു ആർ സെൻഡിങ് എ വെരി റോങ് സിഗ്നൽ. അത് BJP ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഭ്രാന്തനാണ്,
അലമ്പുണ്ടാക്കുന്നവനാണെന്നൊക്കെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ അയാൾ ചെയ്യുന്ന അലമ്പിനൊക്കെ ഒരു പർപ്പസ് ഉണ്ടാകും. ബിക്കോസ് ദർ ആർ ഇൻ്റലിജൻറ്റ് പീപ്പിൾ ബിഹൈൻഡ് ഹിം. ഇപ്പോൾ ഈ വർഷം തന്നെ 4 സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ. മഹാരാഷ്ട്രയുണ്ട്, ഹരിയാന, ജാർഖണ്ഡ്, പിന്നെ ജമ്മു കാശ്മീർ. അപ്പോൾ അത് BJPക്ക് ഒരു ബിഗ് ടെസ്റ്റ് ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പം പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല, അതൊരു സത്യമായ കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ചരിത്രപരമായിട്ട് 3ാമതും അധികാരത്തിൽ വരാൻ സാധിച്ചു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു നല്ല സർക്കാർ, കൂട്ടുകക്ഷി സർക്കാരിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പും ഇനിയുള്ള നെഗറ്റീവുകളും ഈ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതും ഒരു ബിഗ് ടെസ്റ്റ് ആയിരിക്കുമല്ലോ BJPക്ക്. ഇപ്പം അതിൽ സമയമില്ല. തീർച്ചയായിട്ടും അത് ബിഗ് ടെസ്റ്റാണ്. ദിസ് ഈസ് ദ ടൈം വിച്ച് BJP ഷുഡ് ബി വർക്കിംഗ് 25 hours എ ഡേ. 1 മണിക്കൂർ അഡീഷണൽ പോക്കറ്റ് നിന്നിട്ടുണ്ട്. 25 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ട സമയമാണിപ്പോൾ. ലെറ്റ് us hope അവർ ചെയ്യുമായിരിക്കാം.